പെരുമണ്ണ നിക്ഷേപ വായ്പാ പിരിവുകാരുടെ കമ്മീഷൻ അന്യായമായി വെട്ടിക്കുറച്ചതിലും മാനേജ്മെന്റ് തുടരുന്ന പ്രതികാര നടപടിയിലും പ്രതിഷേധിച്ച് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപ വായ്പാ പിരിവുകാർ പെരുമണ്ണയിൽ പ്രവർത്തിക്കുന്ന പെരുവയൽ റൂറൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോഴിക്കോടിന്റെ പല ഭാഗത്തു നിന്നായി നൂറുകണക്കിന് കളക്ഷൻ ഏജന്റുമാരാണ് ധർണയിലും മാർച്ചിലും പങ്കെടുത്തത്. പെരുമണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പെരുമണ്ണ സിറ്റി കവർ ചെയ്ത് സൊസൈറ്റി പരിസരത്ത് സമാപിക്കുകയായിരുന്നു. വേതനം വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ധർണയും മാർച്ചും നടന്നത്. ഈ പെരുവയൽ റൂറൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിന്റെ സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കളക്ഷൻ ഏജന്റുമാർ തുടർന്നും ഈ സംഘടനയും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി CBDCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ധർണ ഉദ്ഘാടനം ചെയ്തു. അറിയിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് CBDCA. അങ്ങനെ പിടിച്ചു വെക്കുന്നതിന്റെ കാരണം പറഞ്ഞതല്ല, സംഘം നഷ്ടത്തിലാണ്, സംഘത്തില് ഞങ്ങൾക്ക് ലാഭത്തിലാക്കാൻ. ജില്ലാ സെക്രട്ടറി P. രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ധർണ ആരംഭിച്ചു. 3% കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയടിക്ക് 1.5% കുറച്ചതിന്റെ പേരിൽ ജില്ലാ പ്രസിഡന്റ് U. വിജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജനതാദൾ സംഘടനയുടെ അവിടെയുള്ള പ്രസിഡന്റ് അടക്കം അതിന് നേതൃത്വം കൊടുക്കുന്ന മനോജ് ചന്ദ്രനടക്കമുള്ളവർ ഈ സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ വെച്ച ഡിമാൻഡ് അംഗീകരിക്കണം. ആ ഡിമാൻഡ് അംഗീകരിച്ച് ഞങ്ങളുമായി ചർച്ച പോലും നടത്താതെ ഭരണസമിതി തീരുമാനമെടുത്ത് അവിടെയുള്ള ജീവനക്കാരെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയുള്ള ഭരണസമിതി TP ഫൈസൽ, ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം മുരളീധരൻ മഠത്തിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഷാഹിം, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീകല, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ KE, INDUC മണ്ഡലം പ്രസിഡന്റ് N. സുരേന്ദ്രൻ, ഷാനവാസ്, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി, CBDCA നേതാക്കളായ D. സൈദുട്ടി, അലി ചേതമംഗലൂർ, ബിജീഷ് കട്ടാങ്കളം, M. പരമേശ്വരൻ, V. മാലതി, O. രമണി വിശ്വൻ, തങ്കമണി നടുവതടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. മുന്നോട്ട് വെച്ചത് സൊസൈറ്റി പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങളായി. അതിൽ ആവശ്യപ്പെട്ടത് ആദ്യം കളക്ഷൻ ഏജന്റുമാർ DCC പ്രസിഡന്റ് പറഞ്ഞ കമ്മീഷൻ വാങ്ങുന്നതിനോടൊപ്പം തിരിച്ചടക്കേണ്ടി വന്നാൽ അത് തിരിച്ചടയ്ക്കും എന്ന് രേഖാപ്രകാരം ഒപ്പുവെച്ചു കൊടുക്കണമെന്നാണ്. സംഘടനയുമായി ഞങ്ങൾ ചർച്ച ചെയ്തു. അത് സാധ്യമല്ല എന്നാണ് സംഘടന തീരുമാനിച്ചത്. പിന്നീട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഡയറക്ടർമാരും പാർട്ടിയുടെ ഭാരവാഹികളും സംഘടനയുടെ നേതാക്കളും ഇരുന്ന് ഒരു പൊതു മിനിറ്റ്സ് തയ്യാറാക്കി ഇത് നൽകാനുള്ള തീരുമാനവും അതോടൊപ്പം ഇത് നൽകിയാൽ തിരിച്ചടയ്ക്കാമെന്നുള്ളത് കൂടി അതിൽ ഒപ്പുവെക്കണം എന്നാണ് അറിയിച്ചത്. ആ നിർദ്ദേശം സംഘടന എന്നുള്ള നിലക്ക്, സംഘടനയുടെ പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുത്ത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അറിയിച്ചതുകൊണ്ടാണ് പിന്നീട് ആ ചർച്ച നിലച്ചു. ഈ സമരം ഇപ്പോൾ ഇവിടെ തുടങ്ങേണ്ടി വന്നത്. ഈ സമരം തുടങ്ങുന്നതിന്റെ പശ്ചാത്തലം ഇതിന്റെ ജില്ലാ സെക്രട്ടറി P. രാധാകൃഷ്ണൻ ഇവിടെ വിശദീകരിച്ചു. ഒരു സഹകരണ സ്ഥാപനത്തിന്റെ മുന്നിലേക്കും ഇങ്ങനെയൊരു സമരം നടത്തേണ്ടി വരരുത് എന്നാണ് സംഘടന ആഗ്രഹിക്കുന്നത്. പിന്നിട്ട കാലങ്ങളിൽ നിരവധിയായ പ്രക്ഷോഭങ്ങൾ സംഘടന നടത്തിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് കളക്ടറേറ്റിന്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് കേരളത്തിലെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതെല്ലാം തന്നെ കേരളത്തിലെ നിക്ഷേപ വായ്പാ പിരിവുകാരുടെ ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ സംഘടന രൂപം കൊള്ളുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിൽ സ്മരിക്കുകയാണ്. ഈ സമരത്തിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച ശ്രീ ദാമോദരൻ നായർ നേതൃത്വം കൊടുത്ത സംഘടനയിൽ ഞങ്ങളെല്ലാം അംഗമായി. അദ്ദേഹം മരണം വരെ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡെപ്പോസിറ്റ് കളക്ടർമാരുടെ ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം തുടങ്ങി വെച്ചത് ഞങ്ങൾ തുടരുന്നു.
ഇവിടെ ഈ ജീവനക്കാർ അസംഘടിതരായിരുന്നു. ആ അസംഘടിതരായവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഇന്നീ സമരത്തിലിരിക്കുന്നവർ മുനിസിപ്പൽ കൗൺസിലർ അടക്കമുള്ള കൊയിലാണ്ടിയിലെ മുനിസിപ്പൽ കൗൺസിലറായ മനോജ് അടക്കമുള്ളവർ കളക്ഷൻ ഏജന്റാണ് ഇന്ന് ഈ സമരത്തിൽ ഇരിക്കുന്നുണ്ട്. ഒട്ടനവധി പഞ്ചായത്ത് മെമ്പർമാർ ഈ സമരത്തിൽ കളക്ഷൻ ഏജന്റുമാരായിരിക്കുന്നവരുണ്ട്. ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന നേതാക്കളാണ്. ഞാൻ അവരുടെ പേരുകളൊന്നും തന്നെ സമയക്കുറവ് കാരണം പറയുന്നില്ല. അങ്ങനെയുള്ള പൊതുപ്രവർത്തകർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ വായ്പാ പിരിവുകാർ. ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുത്തത് സംഘടന നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ്. ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ മുരളീധരൻ കേരള നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ച ഈ വിഭാഗത്തിന്റെ പ്രയാസങ്ങൾ, ഈ കണ്ണുനീരുകൾ അദ്ദേഹം അവതരിപ്പിച്ച സബ്മിഷനിലൂടെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതുപോലെയുള്ള നേതാക്കന്മാരുടെ ഇടപെടലുകളുണ്ടായി. ഈ സംഘടനയുടെ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരികയുണ്ടായി. അഡ്വക്കേറ്റ് ടി. സിദ്ദീഖ് ഉൾപ്പെടെ സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ള ഒട്ടനവധി MLA-മാർ ഈ സമരമുഖത്തേക്ക് കടന്നു വരികയുണ്ടായി. ശ്രീ KC അബു ഞങ്ങളുടെ സമരം ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്ത ഒരു നേതാവാണ്. അദ്ദേഹം സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാരെ കുറിച്ച് വിശേഷിപ്പിക്കാറ് ഇവർ സഹകരണ സ്ഥാപനങ്ങളിലെ അംബാസഡർമാരാണ് എന്നാണ്. കാരണം ഈ ഗ്രാമപ്രദേശങ്ങളിലെ തെരുവുകളിൽ ചെന്ന് അവിടെ ചെന്ന് പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളെ കണ്ട് ഇവിടെയുള്ള കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും കൈകളിൽ നിന്ന് അവരുടെ ചില്ലിക്കാശുകൾ സ്വരൂപിച്ച് ഇവിടെ കൊണ്ടുവന്ന് സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ചവരാണ് കളക്ഷൻ ഏജന്റുമാർ. ഒരു സഹകരണ സ്ഥാപനം ആരംഭിക്കുമ്പോൾ, പല സഹകരണ സ്ഥാപനങ്ങളും ഇന്ന് ആരംഭിക്കുമ്പോൾ ആദ്യം പ്രൊമോട്ടിംഗ് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിച്ചാൽ അവിടെ പെയ്ഡ് സെക്രട്ടറിയെ വെക്കുന്നതിന് മുൻപ് ആദ്യം വെക്കുന്നത് കളക്ഷൻ ഏജന്റുമാരെയാണ്. ആ കളക്ഷൻ ഏജന്റുമാർ സമാഹരിച്ചു കൊണ്ടുവരുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവിടെ അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. ഈ സൊസൈറ്റി മഹാനായ പാറപ്പുറത്ത് ഗോപാലൻ എന്ന് പറയുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇവിടെയുള്ള ശില്പിയായ അദ്ദേഹം ചെയർമാനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് പെരുവയൽ റൂറൽ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് പ്രവർത്തിച്ചത് പെരുമണ്ണ അങ്ങാടിയിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ഓടിട്ട ചെറിയ ഒരു മുറിക്കകത്തായിരുന്നു. പാറപ്പുറത്ത് ഗോപാലന് ശേഷം ശ്രീ NV കുഞ്ഞൻ നായർ ഇതിന്റെ പ്രസിഡന്റായി. ബഹുമാനപ്പെട്ട P. മൊയ്തീൻ മാസ്റ്റർ ഇതിന്റെ പ്രസിഡന്റായി. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ K. രാധാകൃഷ്ണൻ മാസ്റ്റർ ഇതിന്റെ പ്രസിഡന്റായി. വിട പറഞ്ഞുപോയ K. മാധവൻകുട്ടി മാസ്റ്റർ ഇതിന്റെ പ്രസിഡന്റായി. രവീന്ദ്രൻ മാസ്റ്റർ ഇതിന്റെ പ്രസിഡന്റായി. P. കുഞ്ഞിമൊയ്തീൻ ഇതിന്റെ പ്രസിഡന്റായി. ഇതിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായി. ഇന്നത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് MA പ്രഭാകരൻ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി. ഞാൻ 15 വർഷക്കാലം ഈ സഹകരണ സ്ഥാപനത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചതാണ്. മൊയ്തീൻ മാസ്റ്ററും രാധാകൃഷ്ണൻ മാസ്റ്ററും ഒക്കെയുള്ള ഭരണസമിതിയുടെ കാലത്ത് പ്രവർത്തിച്ചതാണ്. അതുവരെ ആ കാലയളവിൽ ഈ സഹകരണ പ്രസ്ഥാനത്തിന്, ഈ ഹൗസിംഗ് സൊസൈറ്റിക്ക് ആകെ ഹൗസിംഗ് ഫെഡറേഷനിൽ നിന്ന് ലഭിക്കുന്ന ₹1 കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലോൺ കൊടുത്തിരുന്ന ഒരു സ്ഥാപനത്തെ നിരവധിയായ ബൈലോ അമെൻമെന്റുകളിലൂടെ ഇവിടെ ദൈനംദിന നിക്ഷേപം ആരംഭിക്കാനും പിന്നീട് GDS ആരംഭിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങളെടുത്ത് ഗോൾഡ് ലോൺ അടക്കമുള്ളത് ആരംഭിച്ചു. ആ സമയത്ത് നിയമിച്ച കളക്ഷൻ ഏജന്റാണ് വിലാസിനി എന്ന് പറയുന്ന കളക്ഷൻ ഏജന്റ്. ഏറ്റവും ആദ്യം ഈ സൊസൈറ്റിയിൽ നിയമിച്ച കളക്ഷൻ ഏജന്റാണ് വിലാസിനി എന്ന് പറയുന്ന കളക്ഷൻ ഏജന്റ്. അവരെ ഇവിടെ നിയമിച്ചത് ഈ സൊസൈറ്റി ബിൽഡിംഗിലാണ്. വാടക കെട്ടിടത്തിൽ നിന്ന് ശ്രീ NV കുഞ്ഞൻ നായർ 14 സെന്റ് സ്ഥലം, ഈ ഭൂമി അന്നത്തെ വിലയിൽ വാങ്ങി ഇവിടെ പടുത്തുയർത്തപ്പെട്ട ഈ കെട്ടിടം, അതിന് പിന്നീട് മൊയ്തീൻ മാസ്റ്റർ പ്രസിഡന്റായ ഞങ്ങളുടെ ഭരണസമിതിയാണ് ഇതിന്റെ മുകളിലെ ഓഡിറ്റോറിയവും അതോടൊപ്പം തന്നെ ഓഫീസും നിർമ്മിച്ചത്. പിന്നീടുള്ള ഒട്ടനവധി നവീകരണങ്ങൾ നടന്നു. എന്നാലും സാമ്പത്തികമായിട്ട് വളരെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ശ്രീ MA പ്രഭാകരൻ പ്രസിഡന്റ് ആയതുവരെയുള്ള MA പ്രഭാകരന്റെ കാലം വരെയുള്ള കാലയളവിൽ വളരെ നല്ല രീതിയിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സ്ഥാപനമാണ് പെരുവയർ റൂറൽ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്.
ഈ പെരുമണ്ണയിലെ ഏറ്റവും നല്ല സഹകരണ സ്ഥാപനമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന്റെ മുന്നിൽ വന്ന് ഈ പ്രതിഷേധം നടത്തുമ്പോഴും ഈ സഹകരണ സ്ഥാപനത്തെ ഞങ്ങൾ കാണുന്നത്. സാമ്പത്തികമായി ഒരു പ്രയാസവുമില്ലാത്ത സഹകരണ സ്ഥാപനമാണ്. ഇവിടെ ചില്ലറ നഷ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ചില ഓഡിറ്റർമാരൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇതിന്റെ മാർക്കറ്റ് വാല്യൂ പുനർനിർണയം ചെയ്യണം. നിലവിൽ രജിസ്റ്റർ ചെയ്തിരുന്ന അന്നത്തെ പെരുമണ്ണയിലെ ഭൂമിയുടെ വിലയാണ് ഇതിന് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ഈ കെട്ടിടം നിൽക്കുന്ന 14 സെന്റിന്റെയും ഈ കെട്ടിടത്തിന്റെയും മാർക്കറ്റ് വാല്യൂ പുനർനിർണയം ചെയ്ത് അത് ഭേദഗതി ചെയ്ത് തീരുമാനമെടുക്കുമ്പോൾ 10 കോടിയുടെ ആസ്തിയുള്ള സ്ഥാപനമായി ഈ പെരുവയൽ റൂറൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുകയാണ്. എന്നാൽ ഇവിടെ എന്ത് നഷ്ടമാണ് പറയുന്നത്? ഈ പാവപ്പെട്ട കളക്ഷൻ ഏജന്റുമാർക്ക് അനുവദിക്കുന്ന കമ്മീഷൻ 1.5% വെട്ടിക്കുറച്ച് 2%, 1% വെട്ടിക്കുറച്ച് 2%. പിന്നീടത് അത് പറ്റില്ല എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തപ്പോ, യൂണിയൻ അപേക്ഷ കൊടുത്തപ്പോ ആ 2% എന്നുള്ള ഉത്തരവ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇനി തുടർന്ന് 1.5% എന്ന ഉത്തരവാണ് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നു, സംഘടന എന്നുള്ള നിലക്ക് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർക്ക് സർക്കാർ ഇറക്കിയ ഉത്തരവുണ്ട്. ആ ഉത്തരവ് 189/2009 ഉത്തരവ് 3% വരെ കമ്മീഷൻ നൽകാം. 3%-ത്തിൽ അധികമായി കമ്മീഷൻ നൽകി വരുന്നുണ്ടെങ്കിൽ, അത് വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കുറക്കാൻ പാടില്ല. അതിന്റെ അനുമതി നൽകേണ്ടത് രജിസ്ട്രാറാണ്. അങ്ങനെ നൽകാവുന്നതാണ്. അങ്ങനെ നൽകിയത് എവിടെയെങ്കിലും വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ അനുവദിക്കേണ്ട എന്ന സംഘടനയുടെ തീരുമാനം. ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ രാധാകൃഷ്ണൻ ജോലി ചെയ്ത കുന്നമംഗലം റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് CPM ഭരിക്കുന്ന ബാങ്കാണ്. CPM-ന്റെ പ്രമുഖനായ നേതാവ് ശ്രീ KC നായർ പ്രസിഡന്റ് ആയിട്ടുള്ള ആ സ്ഥാപനം ആ കമ്മീഷൻ 3% വെട്ടിക്കുറച്ചപ്പോ സംഘടന അതിന്റെ മുൻപിൽ സമരം നടത്തി. ആ സമരം അന്ന് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ആ സമരസമിതിയുടെ ചെയർമാൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത, വിട പറഞ്ഞുപോയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കുന്നമംഗലം പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ KP ചന്ദ്രൻ ആ സമരത്തിന് എല്ലാ പിന്തുണയും നൽകി സമരസമിതിക്ക് നേതൃത്വം കൊടുത്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. ആ സമരം മാർച്ച് അവിടെ നടത്തി. 2ാമത് സമരത്തിൽ അവിടെയുള്ള കളക്ഷൻ ഏജന്റുമാർ പട്ടിണി സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് K മുരളീധരൻ സമരത്തിന് എത്തുമെന്ന് പറഞ്ഞു. തുടർന്ന് കോഴിക്കോട് ജോയിന്റ് രജിസ്ട്രാർ ഞങ്ങളെ വിളിക്കുന്നു. പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുമായി ചർച്ചക്ക്. ഞങ്ങൾ കോഴിക്കോട് JR ഓഫീസിൽ ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയപ്പോ സംഘടന മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് ഭരണസമിതി തീരുമാനമെടുത്തുകൊണ്ട് രജിസ്ട്രാറെ അറിയിക്കുമെന്ന് രേഖാമൂലം ശ്രീ KC നായർ CPM-ന്റെ ഉന്നതനായ നേതാവിന്റെ ഭരണസമിതി ഞങ്ങൾക്ക് തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ സമരം പിൻവലിച്ചു. സംസ്ഥാന സഹകരണ രജിസ്ട്രാർ 3% നൽകി വരുന്ന കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ട് കുന്നമംഗലത്തെ കോപ്പറേറ്റീവ് ബാങ്കിൽ നടപ്പിലാക്കണമെന്ന് സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. സംഘടന നടത്തിയ പോരാട്ടമാണ്. ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ KC അബു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനത്തിന് മുന്നിലേക്ക് ഞങ്ങൾക്ക് സമരവുമായി കടന്നു പോകേണ്ടി വന്നു. ശ്രീമതി MT പത്മ AICC അംഗം, മുൻ മന്ത്രി, ഏറെ എനിക്ക് വ്യക്തിബന്ധമുള്ള MT പത്മേച്ചിയുടെ ബാങ്ക് ഇതുപോലെ കമ്മീഷൻ വെട്ടിക്കുറച്ചപ്പോ ആ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കണം. അവിടെയുള്ള കളക്ഷൻ ഏജന്റുമാർക്ക് സ്ഥിരപ്പെടുത്തൽ അടക്കം ക്ഷേമനിധി അടക്കം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനയും അവിടെയുള്ള കളക്ഷൻ ഏജന്റുമാരും അവിടെ നോട്ടീസ് കൊടുത്തു. അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. KC അബു അന്നത്തെ പ്രസിഡന്റ് ശ്രീമതി MT പത്മയുമായി ചർച്ച നടത്തി. ഭരണസമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി. പക്ഷേ ഭരണസമിതി അതിന് തയ്യാറായില്ല. KC അബു ബഹുമാനപ്പെട്ട DCCയുടെ അന്നത്തെ പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സമരത്തിന് നോട്ടീസ് കൊടുക്കുക. ഞങ്ങൾ സമരത്തിന്റെ നോട്ടീസ് കൊടുത്തു. സമരത്തിന്റെ ബോർഡ് വെച്ചു. നേരിട്ട് പിന്നീട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അബുക്കായ് എന്നെ വിളിച്ചു പറഞ്ഞു, MT പത്മ നിങ്ങളെ വിളിക്കും. അവർ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങളുമായി